ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? എനിക്കും സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഇതൊരു പിറന്നാൾ വ്ളോഗാണ്. എൻ്റെ പിറന്നാളാണ്. വളരെ സന്തോഷമായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇലയും കേക്കും എല്ലാം സെറ്റാക്കി വെച്ചിട്ട് റെഡിയായി ഇരുന്നിട്ടുണ്ട്. എവിടത്തേക്കാണെന്നറിയാം, പെങ്ങളെ മോൻ്റെ ബർത്ത്ഡേ ഇന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്, പെങ്ങളെ വീട്ടിലേക്ക്. അപ്പം സന്ധ്യ ആയിട്ടുണ്ടേ. അപ്പോൾ ഏട്ടൻ പുറത്ത് പോയിട്ടുള്ളത്. ഏട്ടന് വെയിറ്റ് ചെയ്തിട്ട് ഇതാ പുറത്ത് കുറേ സമയം ഇരിക്കുന്നു. അന്നേരമാണ് അനിയത്തി വന്നത്. എല്ലാ പ്രാവശ്യവും അനിയത്തിൽ ഇരുത്തുന്നുണ്ട്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഫോൺ വിളിയോ ഒന്നും പറഞ്ഞിട്ടോ ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചെറിയൊരു സങ്കടം ഉണ്ടായിന്, അവൾ വിളിച്ചിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അപ്പം അമ്മ ദൂരെയാണ്, പിന്നെ അതുകൊണ്ട് അമ്മക്ക് വരാൻ പറ്റില്ല. അപ്പം നമ്മളെ പിറന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ അമ്മക്കും വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസമാണല്ലോ. അപ്പോൾ അമ്മേനെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിന്. പക്ഷേങ്കിൽ അനിയത്തിനെ കണ്ടതുകൊണ്ട് ആ വിഷമം അങ്ങ് മാറി കേട്ടോ. അപ്പോൾ അവൾ വരുമ്പം ചെരുപ്പും ബാഗും പിന്നെ നമ്മളെ ചുരിദാറെല്ലായിട്ടാണ് കേട്ടോ വന്നത്. ഇതെൻ്റെ ഫ്രണ്ട് ഷിജി തന്ന ചുരിദാറാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഭയങ്കര കൂട്ടാട്ടോ. അപ്പോൾ ഏട്ടൻ ഇതാ കേക്ക് വാങ്ങിയിട്ടുണ്ടായിനെ. പിന്നെ നമ്മളങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തു. അപ്പം ഇവിടുന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അനിയത്തിയൊന്നും അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം കേക്ക് കട്ട് ചെയ്ത് കേട്ടോ. അവർക്കും പോകണം. അപ്പം ദേവൂട്ടിന് ഇതാ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. നല്ല അടിപൊളി ചുരിദാറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യത്തെ പിറന്നാൾ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം പ്രതീക്ഷിക്കാണ്ട് കുറേ ഗിഫ്റ്റെല്ലാം കിട്ടി. നമുക്ക് പ്രതീക്ഷിക്കാണ്ട് പ്രത്യേകിച്ച് നമ്മളെ പിറന്നാളിനെല്ലാം എന്തെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ അനിയത്തി കേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും അനിയത്തി മാത്രമേ ഉള്ളൂ കേട്ടോ, നമുക്ക് വേറെ ആരുമില്ല, നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ ഒരു 13 വർഷത്തോളമായി പോയിട്ട്. അപ്പോൾ ഞാനും അനിയത്തിയും അമ്മയും, വേറെ ആരുമില്ല. അപ്പോൾ അങ്ങനെ എന്താ കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മളെ ചക്കിക്ക് പിന്നെ ദേവൂട്ടൻ്റെ കഷ്ണം കേക്ക് കൊടുത്തത്. ചക്കിക്ക് പിന്നെ കേക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, നല്ലോണം തിന്നോളും, മധുരമുള്ളതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇതാ ചക്കിക്കുട്ടൻ നമ്മളെ കേക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. പിന്നെ ആ വാതിലെല്ലാം പൂട്ടി. അപ്പോൾ അവരും പോകാൻ വേണ്ടി റെഡിയായി കേട്ടോ. അപ്പോൾ അവരങ്ങനെ മുന്നിൽ പോയി. പിന്നെ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ ഫുഡ് ഏൽപ്പിച്ചത്. ഇത് പെങ്ങൾ ആണ് കേട്ടോ ഏൽപ്പിച്ചത്. അപ്പോൾ അവരെ വീട്ടിൽ നിന്നാണ് ഫുഡ്. പെങ്ങളും ജോലിക്ക് പോകുന്നതാണ്. പിന്നെ ഞാനും ഇങ്ങനെ വർക്കൗട്ടിനും കാര്യത്തിനെല്ലാം പോകുന്നതുകൊണ്ട് എനിക്കും ഫുഡാക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കേട്ടോ ഫുഡ് എടുത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വീട്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വീട് ഇതാണ് കേട്ടോ, ഏട്ടൻ്റെ വീട്. അപ്പോൾ ഇപ്പോൾ പെങ്ങൾ വീടെടുക്കുന്നത് കൊണ്ട് ഈ വീട് പൂട്ടിയിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പെങ്ങൾ വീടെടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവൾ ഇവിടെയാണ് കേട്ടോ നിൽക്കുന്നത്. വീടാവുന്നത് വരെ ഇവിടെയാണ് താമസം. അപ്പം എനിക്ക് ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം ഞാൻ എത്രയോ വർഷം ജീവിച്ച വീടല്ലേ. ആദ്യമെല്ലാം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൂടെ എല്ലാം എൻ്റെ ഇപ്പോൾ പുതിയ വീട്ടിൽ താമസമായതിന് ശേഷം ഇവിടത്തേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് ഇവിടുന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ റൂം കാണുമ്പോഴെല്ലാം എനിക്ക് ഭയങ്കര സങ്കടമാണ്. വീട്ടിൽ കൂടിയപ്പാടും ഞാൻ കരച്ചെല്ലാം ഭയങ്കര കുഴപ്പമില്ലേനു. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഴയ വീട്ടിൽ പോകണമെന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റുള്ള വീടാണ്. കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന വീടാണല്ലോ, പിന്നെ മക്കളെല്ലാം ഇവിടെ നിന്നാണ് ആയത്. അപ്പോൾ അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെൻറ്റുള്ള വീടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ല, നമ്മളെ വീടുമായിട്ട് സെറ്റായി 3.5 കൊല്ലമായല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടാണെങ്കിൽ എല്ലാം ചുറ്റുവട്ടത്തെല്ലാം റിലേറ്റീവ്സാണ്. ആപ്പന്മാരും ആൻറ്റിമാരെല്ലാം, ഇത് ഒരേട്ടനാണ്. അങ്ങനെ എല്ലാവരും നമ്മളെ പ്രിയപ്പെട്ടവരാണ് ഇതിൻ്റെ അടുത്തുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാണ്, വർത്താനാണ്. അയ്യോ ഒന്നും പറയണ്ട, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവിടുന്ന് വന്നപ്പാടും ഞാൻ പിന്നെ നമ്മളെ പുതിയ വീട്ടിലെത്തിയപ്പാട് എനിക്ക് ഒരു സെറ്റായിട്ടേ ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും കരച്ചലും അങ്ങനെയല്ല. ഇത് എൻ്റെ പെങ്ങൾ തന്ന ചെരുപ്പാണ് കേട്ടോ. ഞാനതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ്. ഒരു പൊട്ടും ഒരു നെയിൽ പോളിഷാണ് കേട്ടോ തന്നത്. അപ്പോൾ അങ്ങനെ പിള്ളേൻസ് എല്ലാം ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടെ വന്നാലുള്ള പ്രത്യേകത അത് താഴെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിള്ളേൻസ് എല്ലാം അങ്ങനെയാണ് കേട്ടോ കഴിക്കൽ. നമ്മൾ ഓണത്തിനും വിഷുവിനും എല്ലാവരും ഉണ്ടാകുമ്പോൾ പെങ്ങന്മാരെല്ലാം ഇവിടെ കൂടുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെയാണ് കേട്ടോ കഴിക്കൽ ഭക്ഷണം. 2 പെങ്ങന്മാരുടെ മക്കളും എൻ്റെ പിള്ളേരുമാണ് കേട്ടോ കിടക്കുന്നത്. അവർ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ് അവർ എല്ലാവരും. അപ്പോൾ അങ്ങനെ നമ്മളിത് എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാവരും കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.